വെറും വഴിപാടുകൾ കഴിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമുള്ള ഒരിടല്ല ക്ഷേത്രം. അതൊരു പരീക്ഷണശാലയാണ്. പ്രപഞ്ചോർജത്തെ ഒരു ബിന്ദുവിലേക്ക് ആവാഹിച്ചു നിർത്തിയ അതിശയിപ്പിക്കുന്ന ഒരു ശാസ്ത്രശാല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോവാറുണ്ടോ? എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം? എന്തിനാ മനുഷ്യൻ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത്? അതിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢതയുണ്ടോ എന്നൊക്കെ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചില രഹസ്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ചരിത്രത്തിന്റെ താളുകളിലൂടെ അല്പം പിന്നോട്ട് സഞ്ചരിക്കാം. വളരെ ലളിതമായി പറഞ്ഞ ഒരു കഥയുടെ തുടക്കം പോലെയാണ്. ആദിമ മനുഷ്യൻ ഗുഹകളിൽ താമസിച്ചിരുന്ന കാലത്ത് അവൻ പ്രകൃതിയെയാണ് ആരാധിച്ചിരുന്നത്. ഇടിമിന്നലും കാറ്റും മഴയും എല്ലാം അവൻ ദൈവങ്ങളായിരുന്നു. എന്നാൽ മനുഷ്യന്റെ ബോധതലം വികസിച്ചപ്പോൾ പ്രപഞ്ചത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ഊർജമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ചരിത്രരേഖകൾ പരിശോധിച്ചാൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും മാതൃദൈവങ്ങളുടെ രൂപങ്ങളും മുദ്രകളും എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ക്ഷേത്ര നിർമ്മിതികൾ സജീവമാകുന്നത് ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലം മുതലാണ്. അതായത് ഏകദേശം ഒരു AD 4-ാം നൂറ്റാണ്ട് മുതൽ. അതിനു മുമ്പ് പാറകൾ തുരന്നും ഗുഹകൾക്കുള്ളിലും പ്രകൃതിദത്തമായ ഇടങ്ങളിലുമായിരുന്നു ആരാധന. പിന്നീട് ദക്ഷിണേന്ത്യൻ പല്ലവരും ചോളരും ചേരരും ചാലൂക്യരും എല്ലാം ഈ നിർമ്മാണ കലയെ ലോകത്തിന് നെറുകയിലേക്ക് എത്തിച്ചു. വെറും ഒരു കെട്ടിടം എന്നതിനപ്പുറം പ്രപഞ്ചത്തിന്റെ ഒരു ലഘുരൂപം ഭൂമിയിൽ സൃഷ്ടിക്കുകയായിരുന്നു അവർ ചെയ്തത്. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ക്ഷേത്രം എന്നാൽ ദൈവത്തിന്റെ വീടാണ് എന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ പറയാനും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഒരിടം. എന്നാൽ യഥാർത്ഥത്തിൽ ക്ഷേത്രം എന്നാൽ അതൊന്നുമല്ല. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്നാണ് പ്രമാണം. അതായത് ജീർണതയിൽ നിന്നും നാശത്തിൽ നിന്നും ശരീരത്തെയും മനസ്സിനെയും രക്ഷിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. ഭാരതീയ സങ്കല്പം അനുസരിച്ച് ക്ഷേത്രം എന്നത് ദൈവത്തിന് ജീവിക്കാൻ ഉണ്ടാക്കിയ ഇടമല്ല, മറിച്ച് മനുഷ്യന് തൻ്റെ ആത്മീയവും മാനസികവുമായ ഊർജം പുനരുജ്ജീവിപ്പിക്കാൻ ഉണ്ടാക്കിയ പവർ സ്റ്റേഷനുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടുത്ത മാനസിക വിഷമത്തോടെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾ തിരികെ വരുമ്പോൾ വളരെ ശാന്തനായിരിക്കും. ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല, അവിടെ കൃത്യമായൊരു ശാസ്ത്രം പ്രവർത്തിക്കുന്നുണ്ട്. ആ ശാസ്ത്രത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ഷേത്രങ്ങളുടെ നിർമ്മിതി എന്നത് കേവലം തച്ചുശാസ്ത്രം മാത്രമല്ല, അത് കോസ്മിക് സയൻസ് കൂടിയാണ്. ഭാരതീയ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വാസ്തുപുരുഷ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യ ശരീരവും ക്ഷേത്രവും തമ്മിലുള്ള സാമ്യം. ശരീരമേവ ക്ഷേത്രം ജീവോ ദേവസ്ഥനാഥന. അതായത് മനുഷ്യ ശരീരം തന്നെയാണ് ക്ഷേത്രം, അതിനുള്ളിലെ ജീവനാണ് ദൈവം. ഒരു മനുഷ്യൻ മലർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ക്ഷേത്രത്തിന്റെ ഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. ഗോപുരം മനുഷ്യന്റെ പാദങ്ങളെ സൂചിപ്പിക്കുന്നു. ധ്വജസ്തംഭം അതായത് കൊടിമരം മനുഷ്യന്റെ നട്ടെല്ല് അല്ലെങ്കിൽ സുഷുമ്ന നാഡിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെയാണ് ഊർജം മുകളിലേക്ക് പ്രവഹിക്കുന്നത്. നമസ്കാര മണ്ഡപം മനുഷ്യന്റെ നെഞ്ചിന്റെ ഭാഗമാണ്. ശ്രീകോവിൽ അതായത് ഗർഭഗൃഹം മനുഷ്യന്റെ തലച്ചോറ് അല്ലെങ്കിൽ മനസ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജകേന്ദ്രം. ശ്രീകോവിൽ എപ്പോഴും ചതുരാകൃതിയിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ആയിരിക്കും നിർമ്മിക്കുക. ഇതിന്റെ മുകളിലുള്ള മേൽക്കൂര അല്ലെങ്കിൽ വിമാനം ഒരു പിരമിഡ് ആകൃതിയിലായിരിക്കും. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് പിരമിഡ് ആകൃതിയിലുള്ള ഘടനകൾക്ക് പ്രപഞ്ചോർജത്തെ ആഗിരണം ചെയ്യാനും അതുള്ളിലേക്ക് കേന്ദ്രീകരിക്കാനും വലിയ ശേഷിയുണ്ടെന്ന്. ഈ പിരമിഡിന്റെ തൊട്ട് താഴെയാണ് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത്. ഇനി നമുക്ക് അധികം ആർക്കും അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിഗൂഢമായ രഹസ്യങ്ങളിലേക്ക് കടക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെറുതെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സാധിക്കില്ല. ഭൂമിയുടെ കാന്തിക രേഖകൾ അഥവാ മാഗ്നറ്റിക് വേവ് ലൈൻസ് ഏറ്റവും ശക്തമായി കടന്നു പോകുന്ന പോസിറ്റീവ് എനർജി ഏറ്റവും കൂടുതലുള്ള ഇടങ്ങൾ നോക്കിയാണ് പണ്ട് കാലത്ത് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഇതിനെയാണ് നമ്മൾ പുണ്യഭൂമി എന്ന് വിളിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഏറ്റവും ഉള്ളിലെ മുറിയായ ഗർഭഗൃഹത്തിൽ ജനാലകൾ ഉണ്ടാകാറില്ല. അതെപ്പോഴും ഇരുണ്ടതായിരിക്കും. അവിടെ വിളക്കുകൾ മാത്രമാണ് വെളിച്ചം നൽകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? പ്രപഞ്ചത്തിന്റെ കാന്തിക ശബ്ദ താപ ഊർജങ്ങളെ ഗർഭഗൃഹത്തിലെ കരിങ്കല്ല് ചുവരുകൾ ഉള്ളിലേക്ക് തന്നെ പ്രതിഫലിക്കും. അവിടെ വെളിച്ചോ കാറ്റോ കിടന്നാൽ ഈ ഊർജത്തിന്റെ സാന്ദ്രത കുറയും. വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ അടിയിൽ ചില മന്ത്രങ്ങളും യന്ത്രങ്ങളും ആലേഖനം ചെയ്ത് ചെമ്പ് അല്ലെങ്കിൽ സ്വർണ്ണ തകിടുകളൊക്കെ സ്ഥാപിക്കാറുണ്ട്. ശാസ്ത്രീയമായി ചെമ്പ് എന്നത് ഒരു മികച്ച കണ്ടക്ടറാണ്. ഇത് ഭൂമിയിലെ കാന്തിക ഊർജത്തെ വലിച്ചെടുത്ത് വിഗ്രഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു. വിഗ്രഹത്തിൽ നിരന്തരം നടത്തുന്ന പൂജകളും മന്ത്രോച്ചാരണങ്ങളും വഴി ഈ ഊർജം വീണ്ടും ഉത്തേജിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളും ഒരേ സമയം ഉണർത്തപ്പെടുന്നു.
അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ശബ്ദം അഥവാ ചെവി ക്ഷേത്രമണികൾ മുഴങ്ങുമ്പോൾ ഉണ്ടാകുന്ന നാദം തലച്ചോറിൻ്റെ ഇരുവശങ്ങളെയും സമുദ്രിതാവസ്ഥയിൽ എത്തിക്കുന്നു. മന്ത്രോച്ചാരണങ്ങളുടെ ഫ്രീക്വൻസി മനസ്സിനെ ശാന്തമാക്കുന്നു. പിന്നെ സ്പർശനം അഥവാ നമ്മുടെ ത്വക്ക് തറയിലെ കരിങ്കല്ലിലൂടെ നഗ്നപാതനായി നടക്കുമ്പോൾ പ്രകൃതിയിലെ ഊർജം കാൽപാദങ്ങളിലൂടെ ശരീരത്തിലേക്ക് കയറുന്നു. ഇനി കാഴ്ച അഥവാ കണ്ണ് കപട വെളിച്ചമില്ലാത്ത ഗർഭഗൃഹത്തിലെ കർപ്പൂര ആരതിയുടെ വെളിച്ചം കണ്ണുകൾക്ക് പോസിറ്റീവ് എനർജി നൽകുന്നു. ഇനി ഗന്ധം അഥവാ മൂക്ക് തുളസി, കർപ്പൂരം, ചന്ദനം എന്നിവയുടെ സുഗന്ധം ശ്വസിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ഇനി രുചി നാവ് പൂജിച്ച തീർത്ഥവും പ്രസാദവും കഴിക്കുന്നു. തീർത്ഥത്തിൽ ചേർത്തിരിക്കുന്ന തുളസിയും കർപ്പൂരവും മികച്ച ഔഷധങ്ങളാണ്. ചുരുക്കി പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സകല നെഗറ്റീവ് ചിന്തകളെയും മാറ്റി അവനെ പൂർണ്ണമായും പോസിറ്റീവാക്കി മാറ്റുന്ന ഒരു സയൻറ്റിഫിക് തെറാപ്പിയാണ് ഓരോ ക്ഷേത്ര ദർശനവും. നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനും കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട്. പ്രദക്ഷിണം വെക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഗർഭഗൃഹത്തിൽ നിന്നും പുറത്തേക്ക് പ്രസരിക്കുന്ന പോസിറ്റീവ് എനർജി വലത്തു നിന്നും ഇടത്തോട്ടുള്ള ക്ലോക്ക് വൈസ് ദിശയിലാണ് സഞ്ചരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അതേ ദിശയിൽ പ്രദക്ഷിണം വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ആ ഊർജ്ജ വലയത്തെ പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്യുന്നു. ഇനി നിർമാല്യ ദർശനം. രാത്രി മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന ശ്രീകോവിലിൽ പ്രപഞ്ചോർജം അതിൻ്റെ പരമാവധി സാന്ദ്രതയിൽ എത്തി നിൽക്കും. രാവിലെ നട തുറക്കുമ്പോൾ പ്രവഹിക്കുന്ന ആ ഊർജം സ്വീകരിക്കാൻ വേണ്ടിയാണ് ആളുകൾ പുലർച്ചെ നിർമാല്യം തൊഴാനെത്തുന്നത്. അപ്പോൾ ചരിത്രവും ശാസ്ത്രവും ആത്മീയതയും ഒത്തുചേരുന്ന അതിശയകരമായ പ്രതിഭാസമാണ് ചുരുക്കി പറഞ്ഞ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ പൂർവികർക്ക് പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജതയെക്കുറിച്ച് എത്രത്തോളം ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണിതൊക്കെ. വെറൊരു കല്ലിലോ മണ്ണിലോ അല്ല, മറിച്ച് പ്രകൃതിയുടെ വലിയൊരു ഊർജ്ജ പ്രവാഹത്തിലാണ് ക്ഷേത്രങ്ങളൊക്കെ നിലകൊള്ളുന്നത്. നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പോസിറ്റീവ് എനർജിയുമായി നമ്മുടെ മനസ്സ് ഒന്നായി തീരുകയാണ്. ഇതിനെ അലൈൻമെൻറ്റ് ഓഫ് എനർജി എന്ന് പറയും. ഇനി നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറുതെ കൈകൂപ്പി മടങ്ങാൻ പാടില്ല. അവിടെയുള്ള ശാന്തത അനുഭവിക്കുക. ആ അന്തരീക്ഷത്തിലെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കുക. കാരണം അതൊരു അത്ഭുത ലോകമാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അധികം ആരും പറയാത്ത ഈ ഒരു ശാസ്ത്രീയ വശം നിങ്ങൾക്ക് പുതിയൊരു അറിവായിരുന്നു. അതോ ഇതിൽ കൂടുതൽ അറിവ് നിങ്ങളുടെ പക്കലുണ്ടോ? എങ്കിലത് കമൻറ്റ് ചെയ്ത് ഞങ്ങളോട് പറയുക. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഇതുപോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും അറിയാൻ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു കിടിലൻ വീഡിയോയായിട്ട് വീണ്ടും വരാം. നന്ദി.